ശരി. താങ്കളുടെ ജീവിതകഥയായ ഹരികഥ, അതെ, അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം താങ്കളുടെ സൗഹൃദങ്ങൾക്ക് താങ്കൾ കൽപ്പിക്കുന്ന വില, അതെ അതെ അത് വളരെ വലുതാണ്. അതെ. താങ്കളുടെ പഴയ സുഹൃത്തുക്കളുടെ ആ വല എൻ്റെ കൂടെ 4 വയസ്സും 5 വയസ്സും ഉള്ളപ്പം നടന്നുകൊണ്ടിരുന്നവരാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. എനിക്ക് പുതിയ സുഹൃത്തുക്കളില്ല. കാര്യം ഞാൻ പുതിയ സുഹൃത്തുക്കളെ തപ്പി പോയിട്ടില്ല. പുതിയ സുഹൃത്തുക്കളെ തപ്പിപ്പോയ എൻ്റെ ലെവൽ വേറെയാണ്. ആ ലെവലിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ കൂടെ ചെറുപ്പകാലങ്ങളിൽ സൈക്കിളിൽ വെട്ടി നടന്നവരും വട്ടി കളിച്ച് നടന്നവരൊക്കെയാണ്. ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നതിന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വന്ന വഴി മറന്നിട്ടില്ല. അതെങ്ങനെ മറക്കാൻ പറ്റും? നൊസ്റ്റാൾജിയാണോ എപ്പോഴും? അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നാറുണ്ടോ എപ്പോഴും? ഞാൻ അവിടെ ഇരിക്കുമ്പോഴും മിനിമം എൻ്റെ വൈഫിനോട് ചോദിച്ചറിയാൻ, രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേക്കും, 6 മണിക്ക് ഞാൻ എക്സസൈസ് ചെയ്യാൻ കയറും. ആ 1 മണിക്കൂർ ടെലിഫോണിൽ കൂടെ എൻ്റെ എല്ലാ പഴയ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഡെയിലി സംസാരിക്കുന്ന ആളാണ്. ഓ, അത് ശരി. അവരോടെല്ലാം ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കുന്ന ആളാണ്. ആർക്കൊക്കെ എന്തെങ്കിലും സഹായം വേണമെന്നൊക്കെ പറയുന്നത് ഞാൻ 3-4 പേരെ ഇടപെടുത്തിയിട്ടുണ്ട്. അവരാ നാട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ അറിയിച്ചത് അവരുടെ പേരിലാണ് ഞാൻ പൈസ അയച്ചു കൊടുത്ത് അവരാണത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇൻവോൾവ്മെൻറ്റ് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂറുള്ള ആളാണ് ഞാൻ. ഉണ്ട്. താങ്കളുടെ വിജയത്തിൻ്റെ പിന്നിൽ ഭാര്യയുടെ റോൾ എങ്ങനെയാണ്? എൻ്റെ വിജയത്തിൻ്റെ ഭാര്യ എനിക്ക് തന്നിരിക്കുന്ന ഓപ്പൺ ചെക്ക്. ഭാര്യയുടെ പേര് കലാഹരികുമാർ. അവളൊരു സ്കൂൾ അധ്യാപികയുടെയും മകളാണ്. അതിൻ്റെ ക്വാളിറ്റി അവൾക്കുണ്ട്. അപ്പം എൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങൾ ഇവിടെ പറയും. ഇപ്പോൾ എൻ്റെ ഒരു ഫാക്ടറി അവൾ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ 2 മക്കളും വളർന്ന് അവർ പഠിച്ച് കഴിയുന്നവരെ ഇവിടെ ഞാൻ ഒരു ജോലിക്കും വിട്ടില്ല. എൻ്റെ കല്യാണം കഴിക്കാൻ വന്ന കോൺട്രാക്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് യു കനോട്ട് ഗോ ഫോർ എംപ്ലോയ്മെൻറ്റ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തു? എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കത്തില്ലെന്ന് എനിക്കറിയാം. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല, നേരാവണ്ണം വളർത്താൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ വളർത്തുന്നത് ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ്. എൻ്റെ മക്കൾക്ക് അവരെ നോക്കാൻ അധികം സമയം കിട്ടാറില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇവരെ എൻ്റെ ഭാര്യയാണ് നോക്കിയത്. എൻ്റെ ഭാര്യയെ നോക്കിയ പോലെ തന്നെയാണ് എൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ നോക്കുന്നത്. ഇപ്പം ഞാൻ ബൈ ഫോഴ്സ് അവളെ അവിടെ കൊണ്ട് ഒരു ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഷീ ഈസ് സക്സസ്ഫുള്ളി മാനേജിങ്. ഐ ആം റിയലി എന്താ പറയുക, അഡ്മയർ. ആൻഡ് എനിക്കത് ആദ്യമേ വിടുന്നതായിരുന്നില്ലേ എന്നൊരു തോന്നലും ഒരു ചെറിയ പശ്ചാത്തല കാര്യത്തിന് എനിക്കുണ്ട്. ഇപ്പം തോന്നുന്നുണ്ട്. അത് എൻ്റെ ഒരു സ്വാർത്ഥതയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അവളുടെ കുട്ടികളാണ്. എന്നാൽ തന്നെയും കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആകുമായിരുന്നു. ഇനി എസ്റ്റാബ്ലിഷ് സമയമുണ്ട്. ഇപ്പോൾ ഈ വഴികൾ എന്നേക്കാൾ 13 വയസ്സിന് ഇളയതാണ്. സോ ഷി ഹാവ് ടൈം.